കാരണമാണ്, അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇലക്ട്രിക് ചാർജിൻ്റെ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അതായത് നമുക്കറിയാം മൂവിങ് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് കറണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ ദ സെയിം വേ തന്നെ മാഗ്നറ്റിസവും അതിൻ്റെ മോഷൻ മൂലമാണ്, ഇലക്ട്രോൺ ആണ് ഇതിനെല്ലാം കാരണം എന്നാണ് പറയുന്നത്. സോളിഡ്സിൽ മാഗ്നറ്റൈസേഷൻ 2 മെയിൻ സോഴ്സുകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്: ഓർബിറ്റൽ മോഷൻ, സ്പിൻ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആറ്റംസ് എല്ലാം തന്നെ ടൈനി മാഗ്നറ്റുകളായിട്ട് ബിഹേവ് ചെയ്യും. അതിനെ നമ്മൾ പറയുന്നതാണ് മാഗ്നറ്റിക് ഡൈപോൾ. അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഡൈപോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ എല്ലാ ആറ്റംസും ഒരു ചെറിയ ടൈനി ആയിട്ടുള്ള മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടൈനി ആയിട്ടുള്ള മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യും. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ. ആൻഡ് ഹൗ ദീസ് ഡൈപോൾ ഇൻട്രാക്ട് വിത്ത് എക്സ്റ്റേണൽ ഫീൽഡ് ഓർ വിത്ത് ഈച്ച് അതർ ഗീവ് റൈസ് ടു മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇപ്പോൾ എന്താണ്, ഓരോ ആറ്റംസും ടൈനി ആയിട്ടുള്ള മാഗ്നറ്റുകളായിട്ട് ബിഹേവ് ചെയ്യും. മിസ് ചുമ്മാ ഇങ്ങനെ ആരോ ഇട്ട് കാണിക്കുക, ഇതാണ് എൻ്റെ ടൈനി മാഗ്നറ്റ്. ഈ ടൈനി മാഗ്നറ്റ് ഞാൻ പുറത്തുനിന്നൊരു ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതാണ് മിസ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുനിന്നൊരു ഈ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതാണ് ശരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ഇപ്പം മിസ് ഒരു എക്സാമ്പിൾ പറയട്ടെ. മിസ്സിൻ്റെ കയ്യിൽ ഒരു കുട്ടി കുറേ ആറ്റംസ് കൊണ്ട് തന്നിട്ട് മിസ്സിനോട് പറയുകയാണ്, ഇതൊന്ന് മിസ് എന്ത് ചെയ്യണം, ഇതൊന്ന് ക്ലാസിഫൈ ചെയ്ത് തരാമോ, എൻ്റെ കയ്യിൽ കുറേ ഇതുണ്ട്, ഇതെല്ലാം കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് ഓരോ കാറ്റഗറി ആയിട്ടൊന്ന് ആക്കി തരാമോ എന്നൊരു കുട്ടി വന്ന് ചോദിക്കുകയെന്ന് വിചാരിച്ചോ. മിസ്സിൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക്